മുരാരി ബാബുവിന് ജാമ്യം കൊടുത്തു. 90 ദിവസം കഴിഞ്ഞതോടുകൂടി കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. കോടതി ചെയ്ത നല്ല കാര്യം, അതിന് യാതൊരു സംശയമില്ല. നിയമം അനുസരിച്ചാണ് കോടതി പ്രവർത്തിച്ചത്. കാരണം ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അല്ലെ BNSS പ്രകാരം 60 ദിവസത്തെ കഴിഞ്ഞാൽ ജാമ്യം എലിജിബിൾ ആവും, അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. ഇന്ത്യയിൽ നിയമങ്ങളിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചാണെങ്കിൽ 167 അനുസരിച്ച് ഏത് കുറ്റം ചെയ്താലും ശരി അതിനൊക്കെ ഓരോ റിമാൻഡ് പീരീഡിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഒരു ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ തൂക്കാൻ വിധിക്കുന്ന കേസ്, മർഡർ കേസുകളിൽ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനൊക്കെ വിധിക്കുമ്പം അങ്ങനെയുള്ളവരെ 90 ദിവസം വരെ റിമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി വെക്കാം. അതിനുശേഷം എലിജിബിളാണ് എന്നാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 167 അല്ലെങ്കിൽ 187 BNSS അത് പ്രകാരമാണ് ഈ മർഡർ കേസുകളിലും അതുപോലെയുള്ള കേസുകളിലൊക്കെ ജീവപര്യന്തം തടവ് വരെ ലഭിക്കുന്ന കുറ്റങ്ങൾക്ക്, അല്ലെങ്കിൽ 10 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റങ്ങൾക്ക് അവർക്ക് ജാമ്യം 90 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണമെന്നാണ്. മാൻഡേറ്ററി ജാമ്യമാണത്. അതിനകത്ത് വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 90 ദിവസം കഴിഞ്ഞാൽ അവർ എലിജിബിളാണ്. 60 ദിവസം വരെ എലിജിബിലിറ്റി ഉണ്ടെങ്കിലും ഡെത്ത് പെനാലിറ്റി, അതുപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, 10 വർഷത്തിൽ അധികം തടവ് വരുന്നതെല്ലാം തീർച്ചയായിട്ടും അതിന് അവർ 90 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കണമെന്നാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ. അതുപോലെ തന്നെ 60 ദിവസം, കാരണം 60 ദിവസം കഴിഞ്ഞാൽ എലിജിബിൾ ആകുന്ന പല കേസുമുണ്ട്. മിക്കവാറും ഈ സ്വർണ്ണക്കൊള്ള കേസിനകത്ത് വിജിലൻസിൻ്റെ കോടതിയിൽ വന്നപ്പം ആ കോടതിയിൽ കൂടി വന്നാൽ ഒരു 7 വർഷം അല്ലെങ്കിൽ 3 മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷ വരുന്ന മാത്രമേ വിജിലൻസ് കോടതിയിൽ വകുപ്പുകളിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലായതുകൊണ്ട് വിജിലൻസ് കോടതിക്ക് 90 ദിവസത്തിൽ കൂടുതൽ അവരെ റിമാൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ജാമ്യത്തിൽ വിടും. ഇപ്പോഴത്തെ ഈ മുരാരി ബാബുവിൻ്റെ അറസ്റ്റോട് കൂടി 90 ദിവസം എത്തുന്ന മറ്റ് എല്ലാവർക്കും ജാമ്യം ലഭിക്കും. അതിന് യാതൊരു സംശയമില്ലെങ്കിൽ ഓരോ കേസിലേക്കുമാണ് റിമാൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്തടുത്ത കേസുകൾ ഉണ്ടാകുമ്പം തുടർച്ചയായി ഓരോ കേസിലും റിമാൻഡിൽ കിടക്കേണ്ടി വരും. എങ്കിലും 2 കേസിനകത്ത് മുരാരി ബാബു ഇപ്പം 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഏറ്റവും സ്വർണ്ണക്കൊള്ള കേസിനകത്ത് ഏറ്റവും ആദ്യം ജാമ്യത്തിൽ ഇറങ്ങുന്നത് മുരാരി ബാബു തന്നെയായിരിക്കും. ബാക്കിയുള്ള പ്രതികൾക്കൊക്കെ 60 ദിവസം കഴിഞ്ഞാൽ തന്നെ എലിജിബിലിറ്റി ആകുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. അതിന് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുത്തേ വെക്കുള്ളൂ. അത് നമ്മുടെ നിയമം അനുസരിച്ച് അവർക്ക് ജാമ്യത്തിന് അവർ എലിജിബിളാണ്, അവരെ നമുക്ക് ജയിലിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ തന്ത്രിയുടെ റിമാൻഡ് 14 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഇപ്പോൾ വീണ്ടും നീട്ടിയിട്ടുണ്ട്. തന്ത്രിയും അതുപോലെ തന്നെ കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഭവങ്ങളൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ, ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് ആദ്യമായിട്ട് ശബരിമല കൊള്ളയ്ക്ക് ഒരു കേസെടുക്കാൻ തന്നെ കാരണം. അത് 2025 ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് ആദ്യത്തെ FIR തന്നെ വീഴുന്നത്. ഹൈക്കോടതി 9-ാം തീയതി 10-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശബരിമലയിലെ കൊള്ളയെപ്പറ്റി ഒരു ചെറിയ ഒരു നിർദ്ദേശം അങ്ങനെ നടന്നു എന്ന് ഹൈക്കോടതിക്ക് തോന്നി. അത് കണക്കാക്കി തന്നെയാണ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു SIT ഫോം ചെയ്തു. അവർ 11/10/2025 അതിൻ്റെ ആദ്യത്തെ FIR എടുക്കുകയും ചെയ്തു. ഇവിടെ 2 FIR ഇപ്പം എടുത്തിട്ടുണ്ട്. അതിനകത്ത് വിജിലൻസ് കോടതിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം നിയമപരമായി ശരിയാണ് എന്ന് എനിക്കൊരു സംശയം തന്നെയുണ്ട്. അത് ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ആ മോൾഡും അതുപോലെ തന്നെ കട്ടിലപ്പടിയിൽ പൊതിഞ്ഞ മോൾഡുമാണ് ഇവർ തട്ടിക്കൊണ്ടുപോയി 2019 അന്ന് അതിനകത്ത് അവിടെ പൊതിഞ്ഞിരുന്ന ഏകദേശം 51 പവനോളം ഞാൻ വിചാരിക്കുന്നത് 51 ലക്ഷം രൂപ വരുന്ന ഏകദേശം 409 ഗ്രാം അതിനകത്ത് കട്ടിലപ്പടിയിലെ സ്വർണം പൂശിയത് കണ്ടില്ല. അതുപോലെ തന്നെ ദ്വാരപാല ശില്പത്തിൽ 577 ഗ്രാം സ്വർണം കണ്ടില്ല. അത് കൊണ്ടുപോയിട്ട് അത് തന്നെ തിരിച്ചു വന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് സാധനം തന്നെയാണ് തിരിച്ചു വന്നത്. അതിന് യാതൊരു സംശയമില്ല. അത് എന്തായാലും SIT അത് കണ്ടെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട്. അവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സാധനം സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് മടക്കി കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. അങ്ങനെ
ആദ്യം കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിനകത്ത് 577 ഗ്രാം കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 72 പവൻ കുറവുണ്ട്. 72 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 72 ലക്ഷം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. വാതിൽപ്പാടി സ്വർണം പൂശി കൊണ്ടുപോയപ്പം അതിനകത്ത് ഏകദേശം 51 പവനോളം 409 ഗ്രാം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഒരു 51 പവനും 72 പവനും അങ്ങനെ 123 പവൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1,01,23,00,000 അടിച്ചു മാറ്റിയെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് ആദ്യത്തെ കേസിന്. ഈ 2 കേസുകളിനകത്ത് ഈ 2019 മാത്രം ഏകദേശം 1.25 കോടി രൂപയോളം അതിനകത്ത് അവർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ 1998 മുതൽ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രസിഡന്റുമാരും അവർ. അപ്പോൾ അതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലും മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ 2 കേസ് എടുത്തിരിക്കുന്നത് അത് ദ്വാരപാലക ശില്പത്തിലും അതുപോലെ കട്ടളപ്പടിയും പൊതിഞ്ഞ സ്വർണത്തിൻ്റെ തട്ടിപ്പിൽ മാത്രമാണ് ഏകദേശം 1.25 കോടി രൂപയുടെ ബെനിഫിറ്റ് ഈ കള്ളന്മാർക്ക് ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള പല പ്രതികൾക്കും അവർക്ക് 90 ദിവസം എത്തിക്കഴിഞ്ഞാൽ ജാമ്യം എലിജിബിൾ ആണ്, അതിന് യാതൊരു സംശയമില്ല. തുടർച്ചയായിട്ട് ഇനി കേസുകൾ പലതും എടുക്കേണ്ടി വരും SITക്ക്. അങ്ങനെ എടുക്കുമ്പോഴും വീണ്ടും ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അവർ 90 ദിവസമൊക്കെ ജയിലിൽ കിടന്നതായതുകൊണ്ട് അവർക്ക് അതേ ദിവസം കിടക്കാതെ തന്നെ കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് SITയുടെ ഇനിയുള്ള നീക്കം പ്രതികൾ ജാമ്യത്തിൽ പൊക്കോട്ടെ, അത് അവർക്ക് എലിജിബിളാണല്ലോ നിയമപരമായിട്ട്, അവർ ജാമ്യത്തിൽ പോട്ടെ. പക്ഷേ കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അവർക്കെതിരായിട്ടുള്ള കുറ്റച്ചാർജ് എത്രയും പെട്ടെന്ന് കൊടുക്കുകയും ട്രയൽ എങ്ങനെ പോയാലും ഒരു 3 മാസം അല്ലെ 6 മാസത്തിനകം ട്രയൽ തീർക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിപരമായ ഒരു നീക്കം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ SIT നീങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ കള്ളന്മാരെ ഒന്നും പൂട്ടാൻ കഴിയില്ല, അവരെ ശിക്ഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ SIT കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കണം. കേസെടുക്കാനുള്ളതെല്ലാം തുടരെ കേസെടുക്കണമെന്ന് ഞാൻ പറയാം. 10-24ഓളം കേസുകൾ ഇനി എടുക്കേണ്ടി വരും. അത് സോമോട്ടോ ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മൊഴി വാങ്ങിച്ചെടുക്കുകയോ ചെയ്യാം. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവരെ അത് എത്ര ഉന്നതരായാലും ശരി അവരെ അറസ്റ്റ് ചെയ്യാനും മടിക്കരുത്. അവരെ അറസ്റ്റ് ചെയ്ത് അവർ ജാമ്യത്തിൽ പൊക്കോട്ടെ, അതിന് യാതൊരു തടസ്സവുമില്ല. കാരണം ഇപ്പം എത്ര ദിവസം അവരെ നമുക്ക് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം. അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരൊക്കെ അനാരോഗ്യമുള്ളവരൊക്കെ ധാരാളം പേരൊക്കെ ഉണ്ട്. അതിനകത്തെങ്കിലും അവരവരുടെ വഴിക്ക് പോട്ടെ, ജാമ്യം എടുത്തുകൊണ്ട് പോട്ടെ. പക്ഷേ കോടതിയിൽ കൃത്യമായ കുറ്റച്ചാർജ് അത് കൊടുത്തിരിക്കണം, അവരെ കൺവിക്റ്റ് ചെയ്യണം. കാരണം ഈ കൊള്ള നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.